അതെ പ്രിറ്റി, ഇത് എന്ത് ഇലയും പിടിച്ചോണ്ടിരിക്കണ്ടേ? പോണ്ടേ സമയത്ത്? ഇതേ വെറും ഒരു ഇലയല്ല, ഇതൊരു മാജിക്കൽ ലീഫാ. നിനക്കെന്താ വട്ടായോ? വട്ടൊന്നുമല്ല, മാജിക് കാണണോ? കാണണം. ഓം ഹ്രീം കുട്ടിച്ചാത്ത ആബ്രക്കഡാബ്ര. ഇതാ ഇലയെ നമ്മൾ മാന്ത്രിക പാത്രത്തിലേക്ക് ഇടുന്നു. ഇത് മാന്ത്രിക പാത്രോ? ഇത് ബീക്കറല്ലേ? അങ്ങനെയും പറയാം. കാണിക്ക്, എന്നിട്ട് മാജിക് കാണിക്ക് നോക്കട്ടെ. ഇതേ ഇല നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോ ഇങ്ങനെ കുറച്ച് കൊമളകൾ മേലേക്ക് വരുന്ന കാണാൻ പറ്റും. എല്ലാം കണ്ടാ മതി. കാണാം. അല്ല, അപ്പൊ ഇത് ശരിക്കും മാജിക്കാ? ഇത് മാജിക് ഒന്നല്ല, പക്ഷെ ഇതിലൊരു ബയോളജി ഉണ്ട്. അതെന്താ? ഈ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് കേട്ടിട്ടുണ്ടല്ലോ? കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് പ്ലാന്റ് എന്ത് ചെയ്യുന്നു? അവരുടെ ഫുഡ് ഉണ്ടാക്കി എടുക്കാൻ. ആ സമയത്ത് റിലീസ് ചെയ്യുന്നത് ആരാണ്? ഓക്സിജൻ അല്ലേ? അപ്പൊ ഓക്സിജൻ മോളിക്യൂൾ റിലീസ് ചെയ്യുന്നതാണ് ഇങ്ങനെ ബബിള് പോലെ പോകുന്നത്. ഓക്സിജൻ വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കുറവായതുകൊണ്ടാണ് ഇതിങ്ങനെ പൊന്തി മേലേക്ക് പോകുന്നത്. മനസ്സിലായോ? ഇതിന്റെ ബയോളജി കിട്ടിയോ? അല്ല, അപ്പൊ ഈ മാജിക് പാത്രം മാജിക് എന്നൊക്കെ പറഞ്ഞ കുറെ തള്ളിയതോ? അതിന്റെ ഒരു ഷോയാണ്. ഞാനൊരു ഷോ കാണിക്കട്ടെ. ഈ പറയുന്ന ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ബയോളജിയിൽ മാത്രമല്ല, കെമിസ്ട്രിയിലും ഉണ്ട്. നമ്മുടെ കെമിസ്ട്രിയിൽ പലതരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ട്. തെർമോ കെമിക്കൽ, ഇലക്ട്രോ കെമിക്കൽ, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്. ഈ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുകയോ റിലീസ് ചെയ്യുകയോ ചെയ്യുന്ന റിയാക്ഷനാണ്. ഫോട്ടോസിന്തസിസിൽ എന്താ ചെയ്യുന്നത്? സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാണ്. സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഇവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു, പ്രോഡക്റ്റ് ആയിട്ട് ഓക്സിജനെ കിട്ടുന്നു. അപ്പോൾ ഇതൊരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് നമ്മുടെ ഫോട്ടോസിന്തസിസ്. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള കെമിസ്ട്രി പഠിച്ചില്ലേ? ഇതൊക്കെ എന്ത് നിസ്സാരം.